പ്രധാനമായിട്ട് 3 കാറ്റഗറിയിലുള്ള മനുഷ്യരെ കുറിച്ച് പൗലോസ് പറഞ്ഞു. അതിന്റെ 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ജാതികളായിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു ന്യായപ്രമാണവും ഇല്ലാതെ തങ്ങളുടേതാകുന്ന വഴികളിൽ പാപത്തിൽ ജീവിക്കുന്ന, അധാർമികതയിൽ ജീവിക്കുന്ന അവരെ കുറിച്ച് പൗലോസ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്, അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കുന്നു, അവർ ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലാണ്. രണ്ടാമതായിട്ട് 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെ ജാതികളിലും യഹൂദന്മാരിലുമുള്ള നല്ല മനുഷ്യരെന്ന് പറയുവാൻ കഴിയുന്ന ചിലരെ കുറിച്ച് താൻ പറഞ്ഞു. അവരും ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു പടി കൂടെ കടന്ന് യഹൂദന്മാരും ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലാണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ താൻ പറഞ്ഞു. 1, ന്യായപ്രമാണത്തെക്കുറിച്ചും 2, പരിച്ഛേദനയെക്കുറിച്ചും. ദൈവത്തിന്റെ ഉടമ്പടിയും ദൈവത്തിന്റെ വെളിപ്പാടും പ്രത്യേകമായിട്ട് ദൈവം അവർക്ക് കൊടുത്തെങ്കിലും പൗലോസ് പറയുന്നു, അതിൽ തന്നെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് അവരെ വിമുക്തരാക്കുന്നില്ല. എന്നിട്ട് വളരെ സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് താൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. ഞാൻ വിശദീകരിക്കുന്നില്ല, എങ്കിലും പറഞ്ഞു പെട്ടെന്ന് പോകട്ടെ. താൻ പറഞ്ഞു, പുറമേ യഹൂദനായവനല്ല യഹൂദൻ, പിന്നെയോ പുറമേ ഉള്ളതല്ല പരിച്ഛേദന, അകമേ ഉള്ളവനാണ്. അകമേ പരിശുദ്ധാത്മാവിനാൽ ഉള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഹൃദയ പരിച്ഛേദനയെന്നും അകമയാണ് യഹൂദനായിരിക്കുന്നവൻ എന്നുള്ളതാകുന്ന കാര്യങ്ങൾ ഒരു റീഡെഫിനിഷൻ ഓഫ് ഹൂ എ ട്രൂ ജ്യൂ ഈസ്. ജൂഡ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പ്രൈസ്, ദൈവത്തിന്റെ അപ്രൂവൽ, ദൈവത്തിന്റെ പ്രൈസ് കിട്ടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി എന്നുള്ളത് അവന്റെ നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് നാഷണാലിറ്റി, അവന് ഓർ ദ റേസ്, അവന്റെ ജാതിയോ അവന്റെ രാജ്യത്തിന്റെയോ സവിശേഷത കൊണ്ടല്ല, നേരെ മറിച്ച് ഉള്ളിൽ നിന്നുള്ളതാകുന്ന വ്യത്യാസം അവനുണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം നമ്മൾ അല്പം വിശദമായിട്ട് പഠിച്ചു. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് തുടർന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് യഹൂദന്മാര് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. പൗലോസിന്റെ മിഷണറി യാത്രയിൽ താൻ എൻകൗണ്ടർ ചെയ്ത റിയൽ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നുള്ള അല്ലെങ്കിൽ ശരിക്കും താൻ അഭിമുഖീകരിച്ചതാകുന്ന കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ച് നമുക്കറിയാം. പൗലോസ് ജാതികളുടെ അപ്പോസ്തോലൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ജാതികൾക്ക് സുവിശേഷവുമായിട്ട് പോകുന്നവൻ. അതായിരുന്നു പൗലോസിനെ കുറിച്ച് തന്റെ സ്വന്തം ജനത്തിനുള്ളതാകുന്ന ആ വലിയ പരാതിയും. അതുകൊണ്ടാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്, അവൻ ജാതികളെ ദൈവാലയത്തിൽ കൊണ്ട് ലോകം മുഴുവൻ മോശയ്ക്കും ന്യായപ്രമാണത്തിനും എതിരെ സംസാരിക്കുന്നവൻ ഇവിടെ വന്നിരിക്കുന്നെന്നൊക്കെ പറഞ്ഞ് യഹൂദന്മാര് പൗലോസിനെതിരെ തിരിയുന്ന സംഭവം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ താന് ഈ സുവിശേഷം, ദൈവകൃപയുടെ സുവിശേഷം, വിശ്വാസത്താലുള്ള നീതീകരണം, ജാതി അല്ലെങ്കിൽ യഹൂദൻ എന്ന നിലയിലല്ല രക്ഷ. പിന്നെ വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ഈ സുവിശേഷം പറഞ്ഞപ്പോൾ ന്യായമായിട്ടുണ്ടായ ചോദ്യങ്ങൾക്ക് ഉത്തരം താൻ നൽകുകയാണ്. അത് ഞാൻ വിശദീകരിക്കാനായിട്ടും ഓരോ വാക്യങ്ങൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിന്റെ ആവശ്യകതയുമില്ല. എന്നാൽ അവിടുത്തെ ആ പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അത് മാത്രം പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോവുകയാണ്. അവിടെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഒരു പക്ഷേ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതൊരു ബൈബിൾ സ്കൂളിലെ ക്ലാസ് പോലായിരുന്നെങ്കിൽ ഞാൻ അതിനുവേണ്ടി കൂടുതൽ സമയം എടുത്തേനെ. എന്നാൽ ആ ആശയം നിങ്ങൾക്ക് തന്നിട്ട് അതിന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ മുൻപോട്ട് പോകുക. അതുകൊണ്ട് ആ ഭാഗം അധികം വിശദീകരണം നൽകിയില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പുനർനിർവചനം യഹൂദനാരെന്നും പരിച്ഛേദന എന്തെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് അവര് പറയാവുന്ന ആ വാദഗതികൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ, അത് താൻ അഭിമുഖീകരിച്ച കാര്യങ്ങൾ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുക. അങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം, അതിന്റെ 3-ാമത്തെ അധ്യായം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൗലോസേ, യഹൂദന് എന്ത് വിശേഷത, പിന്നെ അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? നോക്കിയേ,
അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മളത് മനസ്സിലാക്കാൻ. പൗലോസ് പറഞ്ഞു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, ജഡത്തിൽ കയ്യാലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ യഹൂദൻ എന്താ വിശേഷത? പരിച്ഛേദന കൊണ്ട് എന്നാ പ്രയോജനമെന്നാ? ഇത് ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടയാളമല്ലേ? അതിന് പ്രാധാന്യമില്ലെന്നാണോ നീ പറയുന്നത്? ദൈവത്തിന്റെ ഉടമ്പടിക്കും ദൈവത്തിന്റെ കവനൻസിന് അതിന് യാതൊരു വിലയുമില്ലെന്നാണല്ലോ നീ പറഞ്ഞു വരുന്നത്. ചിന്തിക്കണം, അതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് പൗലോസ് ആദ്യം മറുപടി നൽകുന്നു. യെസ്, യഹൂദന് വിശേഷതയുണ്ട്. അതാണ് താൻ മറുപടി നൽകുന്നത്. എന്നിട്ട് എന്താണ് യഹൂദന്റെ വിശേഷത? താൻ ഇവിടെ പറഞ്ഞു തുടങ്ങുക. ഒന്നാമത് എന്ന് പറഞ്ഞ് യഹൂദന്റെ വിശേഷത എന്താണെന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് താൻ നിർത്തി. ഒരു വലിയ ലിസ്റ്റ് പറയാൻ പോകുന്നത് പോലെ ഉള്ള നിലയിൽ താൻ പറയാൻ തുടങ്ങി. ഒന്നാമത്, ഫസ്റ്റ്, ദിസ് ഈസ് വാട്ട് ദ ബെനിഫിറ്റ് ഓഫ് ബീയിങ് എ ജ്യൂ എന്നങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ട് അവിടെ അങ്ങ് നിർത്തി. നമ്മൾ റോമാലേഖനം 9 അധ്യായം 4 മുതലുള്ളതാകുന്ന വേദഭാഗം വരെ ഇതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ വായിക്കുന്നില്ല. റോമാലേഖനം 9 അധ്യായം 4 മുതലുള്ളതാകുന്ന വേദഭാഗം വരെ ആകട്ടെ. സ്തോത്രം. പുതുതായി വന്നവരുടെ അറിവിന് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയട്ടെ. റോമാലേഖനം 3 അധ്യായമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു 9 അധ്യായത്തിൽ വരുന്നത് വരെ യഹൂദന്റെ സവിശേഷതയെക്കുറിച്ച് പൗലോസ് വിവരിക്കുന്നില്ല. അവിടെ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു നീണ്ട ലിസ്റ്റ് വായിക്കുന്നുണ്ട്. ആ നീണ്ട ലിസ്റ്റ് എന്താണെന്നും 9, 10 അധ്യായങ്ങൾ, 9, 10, 11 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ യഹൂദൻ ഒരു ജാതി എന്ന നിലയിൽ ദൈവത്തിന്റെ പ്ലാൻ എന്താണ് എന്ന വിഷയം നമ്മൾ പിന്നീട് ദൈവം അനുവദിച്ചാൽ, അതുവരെ കർത്താവ് വന്നില്ലെങ്കിൽ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് ചിന്തിക്കും. എന്നാൽ അതുവരെ ഇപ്പോൾ നമുക്ക് ഈ വിഷയം പറഞ്ഞ് അങ്ങോട്ട് മുൻപോട്ട് പോകാം. നോക്കുക, അപ്പോൾ ആദ്യം പൗലോസ് പറയുകയാണ്, ഉണ്ട്, യഹൂദന് ഒത്തിരി വിശേഷതയുണ്ട്. ഒന്നാമത്തെ വിശേഷത, ദൈവത്തിന്റെ അരുളപ്പാട് അവന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ. ഇത് ഈ സവിശേഷമാകുന്ന ഒരു പ്രിവിലേജ്, ഒരു പദവി വേറെ ആർക്കുമില്ലെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 147 സങ്കീർത്തനം, അതിന്റെ സാം നമ്പർ 147, അതിന്റെ 19, 20 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവൻ യാക്കോബിന് തന്റെ വചനവും നോക്കുക, യാതൊരു ജാതിക്കും ദൈവം ചെയ്യാത്ത ഒരു കാര്യം ആർക്കു വേണ്ടി ചെയ്തു? ഇസ്രായേലിന് വേണ്ടി ചെയ്തു. അപ്പൊ പൗലോസ് അതിന് മറുപടി കൊടുക്കുക. യെസ്, ഒരു വലിയ വ്യത്യാസമുണ്ട്. ആ വലിയ വ്യത്യാസം, ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ അരുളപ്പാട് നമ്മുടെ കൈ ദൈവം, പൗലോസ് തന്നെ കൂടി ഇൻക്ലൂഡ് ചെയ്താ പറയുന്നത്, താനും യഹൂദനാണല്ലോ, നമ്മുടെ കൈ ദൈവം തന്നെന്നുള്ളതാ. എന്നാൽ എന്താണ് പൗലോസ് അതിൽ നിന്നും അർത്ഥമാക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ അടുത്ത ചോദ്യം ആകട്ടെ, പൗലോസ് നീ പറഞ്ഞു ദൈവത്തിന്റെ അരുളപ്പാട് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾക്കൊരു സംശയം. ആകട്ടെ, നീ പറയുന്നത് പോലെ ചിലർ അവിശ്വസ്തരായി തീർന്നെന്നും കണ്ട് ദൈവം ചെയ്തതാകുന്ന ഉടമ്പടി ബന്ധത്തിന് ഭംഗം വരുമോ? അതാണ് അടുത്ത ചോദ്യം. അതാണ് നമ്മൾ വായിക്കുന്നത് 3-ാമത്തെ വാക്യത്തില്. ദൈവത്തിന്റെ അവരുടെ അവിശ്വാസത്താൽ ചിലര് വിശ്വസിച്ചില്ല. ശരിയാ, നീ പറയുന്നത് ശരിയാ, ചിലര് വിശ്വസിച്ചില്ല. പക്ഷെ അങ്ങനെ വിശ്വസിച്ചില്ലെന്നും കണ്ട് ദൈവം ഒരു ജാതി എന്ന നിലയിൽ ഞങ്ങളോട് ചെയ്ത ഉടമ്പടിക്ക് ദൈവം ഭംഗം വരുത്തുമോ? അങ്ങനെ വരുത്തിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയല്ലേ? നോക്കിയേ, ന്യായമാകുന്ന ഒരു ചോദ്യം, തികച്ചും ന്യായമാകുന്ന ഒരു ചോദ്യം. ഉടനെ പൗലോസ് കൊടുക്കുന്ന മറുപടി,
അടുത്ത വാക്യത്തിൽ ഇതെല്ലാം എടുത്തു വായിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനങ്ങ് പെട്ടെന്ന് ആ സന്ദേശം അങ്ങ് പറഞ്ഞു പോകാം. ഉടനെ പറയുന്ന മറുപടി, യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അവിശ്വസ്തതയ്ക്ക് ഭംഗം വരും. പക്ഷെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവം നീതിമാനാണ്, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരാ. ദൈവം നീതിമാനാകൊണ്ട് ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, ആരുടെ പക്കൽ അനീതി കണ്ടാലും അവൻ അതിനെ ശിക്ഷിക്കാതെ വിടുകയില്ല. നോക്കിയേ, നീ യഹൂദനാണെന്നും പറഞ്ഞ് നീ പുകഴുകയാ, പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അതിൽ നീ ആശ്രയിക്കുക. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവം മുഖപക്ഷമുള്ളവനല്ല, അവൻ അനീതിയെ ശിക്ഷിക്കുന്നവനാണെന്ന് പൗലോസ് മറുപടി കൊടുക്കുന്നു. ഉടനെ അടുത്ത ഒബ്ജക്ഷൻ, ഞാൻ ഇതെല്ലാം അങ്ങ് പറഞ്ഞങ്ങ് മുൻപോട്ട് പോകാണേ, കാരണം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രധാനപ്പെട്ട വിഷയത്തിൽ, ഇതെല്ലാം പ്രധാനപ്പെട്ട, അതെങ്കിലും ഇത് പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകട്ടെ. ഉടനെ അടുത്ത സംശയം, അങ്ങനെയാണെങ്കിൽ നീ പറയുന്നു ദൈവം അനീതിയെ സന്ദർശിക്കാതെ വിടുന്നവനല്ല, അനീതിക്കും പാപത്തിനും അവൻ ശിക്ഷ കൊടുക്കുന്നവനാ. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന കാര്യമൊക്കെ ശരിയാ, ദൈവം തന്റെ നീതി പ്രദർശിപ്പിക്കണമെങ്കിൽ എന്തോ ഉണ്ടാകണം, ചിലരൊക്കെ അനീതി ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ ഭാഗം മുഴുവൻ വായിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ, ഞാൻ ഈ പറയുന്ന ആ ചിന്താഗതി. ദൈവം നീതിമാനാണെന്ന് തെളിയണമെങ്കിൽ, ഇൻ അതർ വേർഡ്സ്, നമ്മൾ അനീതി ചെയ്തപ്പം ദൈവം അനീതിയെ ശിക്ഷിക്കാതെ വിട്ടില്ല, ശിക്ഷിച്ചു. അപ്പൊ ഇൻ അതർ വേർഡ്സ്, ഓൺ ദി അതർ ഹാൻഡ്, എന്റെ അനീതി നിമിത്തം ദൈവം നീതിമാനാണെന്ന് ദൈവത്തിന് തെളിയിക്കാൻ ഞാൻ എന്റെ അനീതി കൊണ്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ, അപ്പൊ അത് മനസ്സിലാകും. അതിന്റെ 5-ാം വാക്യം വായിച്ചേ. ആ ആ ആ ആ ആ നോക്കിയ, അപ്പൊ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പൗലോസ് നീ എന്നോ പറയും. ഉടനെ പൗലോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനാണോ? ഒരു നാളുമല്ല. എന്നിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാ ലോകത്തെ വിധിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞു മുൻപോട്ട് വന്നിട്ട് പൗലോസ് പറയുന്നതായി ചിലര് പറയുന്ന ഒരു കാര്യം പൗലോസ് അവിടെ പറയുകയാണ്. അതായത് കൃപ വരുകേണ്ടതിന് പാപം ചെയ്യുക എന്നോ, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 7-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കുന്നത്, ദൈവത്തിന്റെ സത്യം എന്റെ ഭോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായി വരുന്നു എങ്കിൽ എന്നെ പാപി എന്ന്. അപ്പൊ ഞാൻ പാപം ചെയ്ത ആർക്കാ ഗുണം? ഇൻ ഇഫക്റ്റ് ദൈവത്തിന്. കാരണം ദൈവത്തിന്റെ മഹത്വം തെളിയിക്കപ്പെടുകയാണ് എന്റെ പാപം നിമിത്തം. അങ്ങനെയാണ് എന്നെ എന്തിനാ ഇതിനകത്ത് കുറ്റക്കാരനാക്കുന്നത്? ഇതാ യഹൂദന്മാര് പറയുന്നത്. എന്നാൽ അവസാനം വരുമ്പോൾ പൗലോസ് ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നത്, ഇറ്റ് ഡസന്റ് ഡിസർവ് എ സീരിയസ് റെഫ്യൂട്ടേഷൻ. അത് തെറ്റെന്ന് തെളിയിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം താഴോട്ട് താൻ പറയുന്നത് എന്നറിയാമോ? താൻ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ച് പറയുന്നല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവധി നീതിയുള്ളത് തന്നെ എന്ന് പറഞ്ഞ് താൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ യഹൂദന്മാര് പറയുന്ന ഒബ്ജക്ഷൻസിന് താൻ ഓരോന്നായിട്ട് മറുപടി കൊടുത്തു. അങ്ങനെ മറുപടി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ചിന്തിച്ചു. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ഉള്ളത് പരിച്ഛേദനയുമല്ല എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആകട്ടെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമ്മൾക്ക് അല്പം വിശദമായിട്ട് ചിന്തിച്ച് മുൻപോട്ട് പോകാം. അതിന്റെ 9 മുതൽ 18 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ, അതിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കാം. 9 ആ ആ ആ നോക്കുക. ഇവിടെ നമ്മൾ ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ
പൗലോസ് തുടർന്ന് പറയുന്നതാകുന്ന വിഷയം, പാപം ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവരുടെ ജാതിയോ അവരുടെ കുലമോ അവരുടെ പാരമ്പര്യമോ ഇതൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഗ്രസിച്ചിരിക്കുന്നു എന്ന് താൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ എഗെയിൻ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യം തന്നെ താൻ റിപ്പീറ്റ് ചെയ്യുക. ആകയാൽ എന്ത്? നമുക്ക് വിശേഷത ഉണ്ടോ? ഇവിടെ പൗലോസ് തന്നെ ഒന്ന് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നും. കാരണം ഒന്നാമത്തെ വാക്യത്തിൽ എന്നാ പറഞ്ഞേ? യഹൂദന് വിശേഷത ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പറയുകയാ അശേഷമില്ല. എന്നാ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യഹൂദനുള്ള വിശേഷത എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ചിന്തിച്ചു, അവന് ന്യായപ്രമാണം കൊടുത്തെന്നുള്ളത്. അപ്പൊ ന്യായപ്രമാണം കൊടുത്തു എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്വത്തെ അവനെ ബോധിപ്പിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് ന്യായപ്രമാണം കിട്ടി എന്ന കാരണത്താൽ ശിക്ഷയിൽ നിന്ന് അവൻ വിമുക്തൻ ആകുന്നില്ല. അപ്പൊ രണ്ടാമത് പറയുന്ന വിഷയം, യഹൂദനായാലും യവനനായാലും നമുക്ക് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. As far as God's judgment is concerned, there is no difference between Jews and Gentiles. ദൈവത്തിന്റെ ന്യായവിധിയെ സംബന്ധിച്ച് വരുമ്പം യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. എന്നിട്ട് പൗലോസ് തുടർന്ന് പറയുകയാണ്, പാപത്തിൻ കീഴെ എല്ലാവരെയും, യഹൂദന്മാരും യവനന്മാരെയും, അവരെല്ലാവരും പാപത്തിന്റെ കീഴാകുന്നു എന്ന് നമ്മൾ തെളിയിച്ചുവല്ലോ. 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ വരെ ഈ കാര്യം പൗലോസ് തെളിയിച്ചു. പാപത്തിന്റെ ആ ശക്തിയെക്കുറിച്ച്, പാപം ഒരു വലിയ ഭാരം പോലെ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ടൈറന്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെ യഹൂദനെന്നോ യവനനെന്നോ യാതൊരു വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പാപം ഗ്രസിച്ചിരിക്കുന്നു എന്ന ആ സത്യം താൻ വിളിച്ചു പറയുകയാണ്. ഇതേത് ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് മറന്നു പോകരുത്. നമ്മൾ വരുന്നത് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവത്തിന്റെ നീതി സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു എന്ന് പറഞ്ഞേച്ചു. മുകളിൽ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞേച്ചാണ് സുവിശേഷം എന്തുകൊണ്ട് ആവശ്യമായിരിക്കുന്നു. നോക്കണം, സുവിശേഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഇന്ന് പറയുന്നത് പോലെ, ഈ ലാടവൈദ്യന്മാര് പറയുന്നത് പോലെയുള്ള ജാലസുവിശേഷകന്മാര് പറയുന്നതല്ല സുവിശേഷം. പ്രശ്നത്തിനും ഉള്ള പ്രതിവിധിയും, പിന്നെ പ്രിയമുള്ളവരെ, ചില ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരവും, ഈ ഭൂമിയിലെ ചില താൽക്കാലിക സന്തോഷത്തിനുള്ള ഉപാധിയുമല്ല സുവിശേഷം. നോക്കണം, 2 അധ്യായങ്ങൾ പൂർണ്ണമായി സുവിശേഷത്തിന്റെ ആവശ്യകത യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എന്തുകൊണ്ട് സുവിശേഷം നമുക്ക് ആവശ്യമാണെന്ന് താൻ തെളിയിക്കാൻ താൻ ഒരുമ്പെടുമ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, ദൈവത്തിന്റെ ന്യായവിധി വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ സുവിശേഷത്തിൽ വിശ്വസിക്കണം, കർത്താവിൽ ആശ്രയിച്ചേ മതിയാകത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇതല്ലാതെ വേറെ പറയുന്ന ഒന്നും സുവിശേഷമല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന സോ കോൾഡ് ഗോസ്പൽസ് ഒന്നും ദൈവവചനപ്രകാരം ഗോസ്പൽ അല്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം പിന്നെയും പറയുന്നു. നമ്മൾ മനസ്സിലാക്കണം, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്
നമ്മളെ വീണ്ടെടുക്കുക. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ വളരെ സമയമെടുത്ത് ചിന്തിക്കും. വീണ്ടെടുപ്പിനെ കുറിച്ചും പാപപരിഹാരത്തെക്കുറിച്ചും ദൈവം അവനെ പരസ്യമായി നിർത്തിയതിനെ കുറിച്ചും ഒക്കെ അത് വളരെ വളരെ മനോഹരമായിട്ട് പൗലോസ് താഴോട്ട് പറയുന്നുണ്ട്. പിന്നീട് ദൈവം നമുക്ക് സമയം തരുന്ന അനുസരിച്ച് നമ്മൾ ചിന്തിക്കും. ആകട്ടെ, അപ്പൊ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ പൗലോസ് തെളിയിച്ചു എല്ലാവരും പാപത്തിന്റെ കീഴിൽ ആകുന്നു. ഇനി അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് അതിന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് പൗലോസ് പറയുന്ന വിഷയം, ഈ പറഞ്ഞ ആശയം പഴയ നിയമ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പാപം എങ്ങനെയാണ് മുഴുവനായി ഒരു മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നതെന്ന് പഴയ നിയമ തിരുവഴുത്തുകൾ ഓരോന്ന് കോർത്തിണക്കിയുള്ള ഒരു വിശദീകരണമാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഈ നമ്മൾ വായിക്കുന്നതാകുന്ന ഈ വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 10ാമത്തെ വാക്യം വാസ്തവത്തിൽ ഒരു പക്ഷേ സഭാപ്രസംഗി 7:20 ഒരു ഉദ്ധരണിയ, ഒരു കൊട്ടേഷനാണ് 10ാം വാക്യം. അതിന്റെ 12ാമത്തെ വാക്യം എന്നുള്ളത് സങ്കീർത്തനം 14:1 മുതൽ 3 വരെയും 53ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള ആ വാക്യങ്ങളുടെ ഒരു കൊട്ടേഷനാണ് അതിന്റെ 12ാമത്തെ വാക്യം. 13ാമത്തെ വാക്യം എന്നുള്ളത് സങ്കീർത്തനം 5:9 ഒരു ഉദ്ധരണിയാണ് 13ാം വാക്യം. അതേ തുടർന്ന് സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട് എന്ന് പറയുന്നത് സങ്കീർത്തനം 140:3 വാക്യ. അതേ തുടർന്ന് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ഉദ്ധരണി 10ാം സങ്കീർത്തനം 7 വാക്യം. അതേ തുടർന്ന് അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു എന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 59 അധ്യായം 7 വാക്യം. താഴോട്ടുള്ള വാക്യങ്ങൾ, അതായത് നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സദൃശ്യവാക്യവും കൂടെ ചേർത്ത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യെശയ്യാവ് 59:7 സദൃശ്യവാക്യങ്ങൾ 1:16 കൂടെ ചേർത്തുള്ള ഒരു ഉദ്ധരണിയാണ്. ഏറ്റവും അവസാനത്തേത് അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നുള്ളത് സങ്കീർത്തനം 36:1. ഇത്രയും പഴയ നിയമഭാഗങ്ങൾ ഇത് സാധാരണയായിട്ട് യഹൂദ റബ്ബിമാര് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദ റബ്ബിമാര് പഴയ നിയമ തിരുവഴുത്തുകളെ വിശദീകരിക്കുമ്പോൾ അവര് സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട വാക്ക് ഉൾക്കൊള്ളുന്ന അനേക വാക്യങ്ങൾ, അതിൽ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരിക്കും ഈ വാക്യങ്ങളിലെല്ലാം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിച്ച സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒരു ബിബ്ലിക്കൽ ഫോമാണിതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് ചെതറിക്കിടക്കുന്ന വാക്യങ്ങൾ എടുത്ത് ചേർത്ത് ഒന്നിച്ചുള്ള ചിന്തയാണ് സിസ്റ്റമാറ്റിക് തിയോളജി. ഏകദേശം അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു വിഷയം തെളിയിക്കാനായിട്ട് സാധാരണ യഹൂദ റബ്ബിമാര് പഴയ നിയമത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എടുത്ത് ചേർത്ത് ബന്ധിപ്പിച്ച് അവർ സംസാരിക്കാറുണ്ട്. പൗലോസും ഒരു യഹൂദ റബ്ബി ആയിരുന്നുവല്ലോ, പരീശനാണ്, ഗമാലിയേലിന്റെ പാദത്തിങ്കൽ ദൈവവചനം നന്നായി അഭ്യസിച്ചവൻ. അപ്പോൾ ആ ഒരു ട്രെയിനിങ് അനുസരിച്ച് തന്നെ താൻ ഇവിടെ ഈ കാര്യം തെളിയിക്കാനായിട്ട്, അതായത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ള പാപത്തിന്റെ സാർവത്രികതയെ, ദ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, അതിനെ തെളിയിക്കാനായിട്ട് ഈ വേദഭാഗങ്ങള് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. നമ്മളത് അല്പം വിശദമായിട്ട് ഒന്ന് ചിന്തിച്ച് പെട്ടെന്ന് അങ്ങ് മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞ്, അപ്പൊ എല്ലാവരെയും, യഹൂദനെയും യവനനെയും പാപത്തിന്റെ കീഴിലാണ്, അവന്റെ മുകളിൽ വലിയൊരു വെയിറ്റ് ഇരിക്കുക, കീഴിലാണ്
എന്ന് പറയുന്നത് പൗലോസ്, അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത, ഈ പരദേശി മോക്ഷയാത്ര വായിച്ചിട്ടുണ്ടോ? പിൽഗ്രിംസ് പ്രോഗ്രസ്, മനോഹരമാകുന്ന ഒരു പുസ്തകമാണ്, അത് വായിക്കണം കേട്ടോ. അതിനകത്ത് ആ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ആ പരദേശി ആ സെലസ്റ്റിയൽ സിറ്റി ലക്ഷ്യമാക്കി അവനോട് ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞ ദൂത് അനുസരിച്ച് അവൻ പോകുമ്പോൾ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്ന വലിയ ഭാരവും പേറി അവൻ മുന്നോട്ട് പോകുകയാണ്. വളരെ മനോഹരമാകുന്ന ഒരു ചിത്രം അത്. കാരണം പാപത്തിന്റെ ഭാരം എത്ര വലുതാണെന്ന് നമുക്കൊരു ചെറിയ ചിന്ത തരുന്ന മനോഹരമാകുന്ന ഒരു ഇലിസ്ട്രേഷനാണത്. ആ കാര്യം തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പാപത്തിന്റെ ഭാരം നമ്മൾ മനസ്സിലാക്കണം. വാസ്തവത്തില് എന്റെ പ്രിയരെ, ശരിക്ക് വീണ്ടും ജനന അനുഭവം പ്രാപിച്ചവർക്കെല്ലാം ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും. നമ്മൾ പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിലായിരുന്നപ്പം അത് നമ്മളെ അതിന്റെ അധീനതയിൽ, അതിന്റെ ശക്തിയിൽ നമ്മുടെ മേൽ ഒരു ടൈറന്റായിട്ട്, ഒരു ഏകാധിപതിയായിട്ട് നമ്മെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരുന്നു. ഒരു സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു. എന്നാൽ അതിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ച് കഴിഞ്ഞപ്പോഴാ, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാ മനസ്സിലാകുന്നത് അതെന്തോ വലിയ ഭാരമായിരുന്നെന്ന്. രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരു ദൈവവൈതൽ ഞാൻ ഈ പറയുന്ന പെട്ടെന്ന് തിരിയും. നോക്കുക, അത് പറയുമ്പോൾ പൗലോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ താന് 3 വിഷയങ്ങൾ വളരെ പ്രാധാന്യതയോടെ, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമുക്ക് we can deduce 3 things from the explanation Paul gives here. പൗലോസ് നൽകുന്ന ഈ വിശദീകരണത്തിൽ നിന്ന് പ്രധാനമായിട്ട് കുറഞ്ഞപക്ഷം 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, it declares the ungodliness of sin. ഈ വേദഭാഗം പാപമെന്നുള്ളത് ഇൻ എസൻസ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവഭക്തിയില്ലായ്മയാണെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഞാൻ വിശദീകരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. എന്താ ഞാൻ അർത്ഥമാക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ആ കാര്യം അല്പം ഒന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ പൗലോസ്, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഡിക്ലെയർസ് ദ അൺഗോഡ്ലിനെസ് ഓഫ് സിൻ. പാപം എന്ന് പറഞ്ഞാൽ അഭക്തിയാണ് പാപം. ദൈവത്തോടുള്ള ഭക്തിയില്ലായ്മയാണ് എന്ത്? പാപം. ഇപ്പൊ പറഞ്ഞു, പിന്നെ ഇനിയും പറയുന്നു വരുമ്പോ എന്നോട് പിണങ്ങില്ലേ. ദൈവത്തോടുള്ള ഭക്തിയില്ലായ്മയാണ് പാപം. ഇത് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. എന്തുകൊണ്ട്? അതിന്റെ 11ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാ: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന് പറഞ്ഞേച്ച്, ഗ്രഹിക്കുന്നവനില്ല എന്നും പറഞ്ഞേച്ച് ഉടനെ പറയാ ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. പിന്നെ അതിന് 18ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ: അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അപ്പൊ പാപത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന വിഷയം ദൈവഭയമില്ലെന്നുള്ളതാ, ദൈവത്തെ അന്വേഷിക്കുന്നില്ലെന്നുള്ളതാ. എന്തുകൊണ്ടാ? പാപമെന്നുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാത്തതാണ് പാപം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അത് തെളിയിക്കാനായിട്ട് അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. നമ്മൾ വായിച്ചതാകുന്ന ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായം 18ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യം: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കുമെതിരെ. അപ്പൊ എന്തിനെതിരെയാ ദൈവകോപം വെളിപ്പെടുന്നത്? അഭക്തി, ഭക്തിയില്ലായ്മ. അപ്പൊ ഇൻ എസൻസ് സിൻ ഈസ് അൺഗോഡ്ലിനെസ്. അഭക്തിയാണ് പാപം. ഒന്നാമത് അഭക്തിയാ പാപം. ഞാൻ വിശദീകരിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പഴയ നിയമ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, വിശേഷിച്ച് ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദൈവം അവരെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്താണെന്നറിയാമോ? എന്റെ ജനം
എന്നെ ഉപേക്ഷിച്ചേച്ച് അവരിപ്പോ എന്തോ തേടി പോയേക്കുക? പൊട്ടക്കിണറുകളെ തേടി പോയേക്കുക. നോക്കണം, ദൈവം പറയുന്ന കംപ്ലൈന്റ് അവരെ കുറിച്ച്. അവിടെ യാഗമില്ലാഞ്ഞിട്ടല്ല. ശ്രദ്ധിക്കണേ, ഈ സംഭവം എന്റെ ഒപ്പം നിങ്ങൾ ചിന്തിക്കണം. കാരണം നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തോട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോകുക. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഇത്. ദൈവം അവരെ കുറിച്ച് പറയുന്നത് അവിടെ യാഗമുണ്ട്, അവിടെ ആലയമുണ്ട്. യെരമ്യാവിന്റെ കാലത്തും ഒക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യാഗവും ആലയവും ഇതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്ന കംപ്ലൈന്റ് എന്നാന്നറിയാമോ? നിന്നെ ഞാന് വീണ്ടെടുത്ത് നീ മരുഭൂമിയിൽ എന്റെ പുറകെ വന്ന സമയത്തെ നിന്റെ ഭക്തി എന്തിയെ, എവിടെ? അപ്പൊ അന്ന് നിനക്ക് എന്നെ വേണമായിരുന്നു. ശ്രദ്ധിക്കണേ, അന്ന് നിനക്ക് എന്നെ വേണമായിരുന്നു. ഇപ്പം നിനക്ക് എന്നെ അല്ല വേണ്ടത്, ഞാൻ തരുന്നത് മതി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പാപമെന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തെ ഒരു ചട്ടുകമാക്കിക്കൊണ്ട് ദൈവം തരുന്നത് അന്വേഷിക്കുന്നതാ പാപം. കേട്ടോ, നമ്മൾ ചിന്തിക്കും പുറത്തുള്ള ജാതികളാ പാപികൾ. നോ, ഇന്ന് നമ്മുടെ പ്രശ്നം നമ്മുടെ അകത്താ പാപികള്. നമ്മൾ എന്നാ സീക്ക് ചെയ്യുന്നത്? നമ്മൾ സീക്ക് ചെയ്യുന്നതല്ല എന്തുവാ? നമുക്ക് വേണ്ടി നമ്മുടേതാകുന്ന സ്വയസ്നേഹത്തിനും സ്വയകേന്ദ്രീകൃതമാകുന്ന വിഷയങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ അന്വേഷിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത്. ദാവീദ് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചേക്കുന്നു. നോക്കിക്കേ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചേക്കുന്നു. ശൗലിനെ ഭയന്ന് താൻ ഓടി നടക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ശൗലിനോട് പറയുന്ന പരാതി, അവർ തമ്മിൽ ഒന്ന് കാണുമല്ലോ. അപ്പൊ പറയുന്നൊരു കാര്യം, അയ്യോ, എനിക്ക് യഹോവയിങ്കിൽ നിന്നുള്ള അവകാശത്തിൽ നിന്ന് നീ എന്നെ ആട്ടിപ്പായിച്ചിട്ട് പോയി അന്യ ദൈവങ്ങളെ സേവിക്ക. വായിച്ചിട്ടുണ്ടോ? അത് നീ എന്നോട് ചെയ്തല്ലോ എന്നാ പറയുന്നത്. നീ എനിക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട കിരീടം തട്ടിപ്പറിച്ചെന്ന് വല്ലോ ആന്ന് പറയുന്നേ? നോ. ശ്രദ്ധിക്കണേ എന്റെ പ്രിയരെ, ഇന്ന് നമ്മൾ എന്നാ പറയുന്നതെന്നറിയോ? നന്മ തടഞ്ഞു വെച്ചേക്കുന്ന പോരാട്ടം. അപ്പൊ നന്മ തടഞ്ഞു വെച്ചേക്കുന്ന പോരാട്ടത്തെ അഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വന്ന് തുള്ളുന്നതും പാടുന്നതും കൈയടിക്കുന്നതും. ഇത്രേ ഉള്ളൂ. പാപം, ഇതിന്റെ പേരാ പാപം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ഇടയിൽ കേൾക്കുന്നതല്ല എന്താ? ഞാൻ പറയുന്നത് പിണക്കമുണ്ടോ? അതോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? എന്നാ വിഷയം? പ്രിയമുള്ളവരെ, ദൈവ ഭയമില്ല. അപ്പൊ സിൻ ഇൻ എസൻസ് ഈസ് അൺഗോഡ്ലിനെസ്. ദൈവത്തെ ഒഴികെ മറ്റെന്തന്വേഷിക്കുന്നതും പാപമാകട്ടോ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ഒഴികെ മറ്റെന്ത് നമ്മൾ അന്വേഷിക്കുന്നോ അതാണ് പാപം. അപ്പൊ ദൈവത്തിന്റെ കംപ്ലൈന്റ്, അവർക്ക് എന്നെ വേണ്ട, ഞാൻ കൊടുക്കുന്നത് മതി. അതാണ് പഴയ നിയമത്തില് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ദൈവത്തെ നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടല്ലോ, ശാഠ്യം പൂണ്ട്, 2-ാം അധ്യായം 8-ാം വാക്യം, ശാഠ്യം പൂണ്ട്, നോക്ക, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർ. ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? ദോസ് ഹു ആർ സെൽഫ് സീക്കിംഗ്, സ്വയസ്നേഹികൾ. അന്ത്യകാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്നറിയോ? അവര് സ്വയസ്നേഹികളാകുമെന്നുള്ളതാ. വമ്പ് പറയുന്നവരാകും. അതാ പൗലോസ് പറയുന്നത്. വമ്പ് പറയും. ഞാൻ അവിടെ പോയപ്പോ അതുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന് അങ്ങനെ കൽപ്പിച്ചപ്പോ ഇത് സംഭവിച്ചു, ഞാൻ ദൈവത്തെ മാറ്റിവെച്ച് എന്നെ പിടിച്ച് ആ സിംഹാസനത്തിലോട്ട് ഇരുത്തുകയാ. ഇതാ പാപം. പാപം എന്ന് പറയുന്നത് ഇതാ.
പ്രിയമുള്ളവരെ, സെൽഫ് സീക്കിംഗ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. പാപത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ഈ സെൽഫ് സീക്കിങ്ങിൽ നിന്ന് വന്നതാണ്. നമുക്കറിയാലോ എവിടാ ഇത് തുടങ്ങിയത് എവിടാന്നറിയാമോ? ഞാൻ അങ്ങോട്ട് കയറും, ഞാൻ അവിടെ എന്റെ സിംഹാസനം വെക്കും, ഞാൻ അവിടെ. പുസ്തകം അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ വായിക്കാത്ത. അറിയാമോ വാക്യങ്ങള്? അപ്പൊ തുടങ്ങിയത് അവിടെ. ഇത് തന്നെ ആദാമിൽ ഇൻജെക്ട് ചെയ്തും കൊടുത്തു. ദൈവം ചുമ്മാ പറയുന്നതാണെന്നേ. ദൈവത്തിനറിയാം നീ ഇത് നിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നറിയാം. അതുകൊണ്ടാണ് ദൈവം ഇത് വെച്ചേക്കുന്നത്. ഓക്കെ, അവിടെയും അവനെ തന്നെ സീക്ക് ചെയ്യുക, ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, അതിന്റെ മറുവശം ഒന്ന് ചിന്തിച്ചേ. ഇതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ പുത്രൻ ഇങ്ങോട്ട് വന്നപ്പം ആദ്യം ചെയ്തത് അവൻ തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി തീർന്നു. പിന്നെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നോക്കിയേ, മനുഷ്യന്റെ പ്രശ്നം എന്താ? മനുഷ്യന്റെ പ്രശ്നം അവൻ സെൽഫ് സീക്കർ ആണെന്നുള്ളതാണ്. അപ്പം സ്വയസ്നേഹിയായിട്ട് ദൈവത്തെ അന്വേഷിക്കാതെ തന്റെ കാര്യത്തിനു വേണ്ടി തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തുന്ന ആ പാപിയെ തേടി പൊന്നു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പം ആദ്യം ചെയ്തത് തന്റെ സുഖമല്ല അന്വേഷിച്ചത്, നമ്മെ അന്വേഷിച്ചു വന്നപ്പം അവൻ വേഷത്തിൽ മനുഷ്യനായി താഴോട്ടിറങ്ങി വന്നു. ഒരുവൻ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചപ്പം അവിടുന്ന് ഒരുവൻ താഴോട്ടിറങ്ങി വന്നാണ് അതിന് പരിഹാരം വരുത്തിയത്. മറന്നുപോകരുത്. അതുകൊണ്ട് അവന്റെ ആത്മാവിന്റെ വ്യാപാരങ്ങൾ, വ്യാജ വ്യാപാരങ്ങൾ ദൈവസഭയിൽ വചന ശുശ്രൂഷ എന്ന പേരിട്ടും ആത്മാവ് പറഞ്ഞതെന്നും പറഞ്ഞു വരുന്നത് ദൈവത്തിങ്കൽ നിന്നുള്ളതല്ല. നമ്മളത് മനസ്സിലാക്കണം. എന്നോട് നിങ്ങൾ ആരൊക്കെ പിണങ്ങിയാലും എനിക്കത് വിഷയമല്ല. നമ്മളത് മനസ്സിലാക്കണം. സെൽഫ് സീക്കിംഗ്, ദൈവത്തെ അന്വേഷിക്കാതെ എന്നെ അങ്ങോട്ട് പിടിച്ചു വെക്ക, എന്നോ, അതാ പാപം. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഇല്ല. ഈ സെൽഫ് ഡീഫിക്കേഷൻ അങ്ങ് തലയ്ക്ക് പിടിച്ച്, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളത് പിന്നെ സഹോദരന്മാരുമായിട്ട് സംസാരിച്ചപ്പോ ഇതങ്ങ് തലയ്ക്ക് പിടിച്ചിട്ട് സെൽഫ് ഡീഫിക്കേഷൻ സ്വയമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഇവിടെ മെൻഷൻ ചെയ്ത കാര്യമാണ്. യെശയ്യാവിന്റെ വചനം 45-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. മലയാളം വേദപുസ്തകത്തിൽ അല്പം ആ വാക്യം തന്നെ എടുത്താല് അല്പം ഒരു മിസ്ലീഡിങ് എന്ന് തോന്നുന്ന ഒരു വാക്യമുണ്ട്. 45:11 എന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട് കൽപ്പിക്ക എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എന്നാൽ മലയാളം വേദപുസ്തകം പോലും അതിന്റെ മുകളിലും താഴെയും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് വളരെ വ്യക്തമാണ്. കലനുറുക്കുകളുടെ ഇടയിലിരുന്നേച്ച് അതിലൊന്ന് പണിയുന്നവനോട് കൽപ്പിക്കുമോ, എന്നെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമോ എന്ന് ചോദിച്ചു പറയുക എന്നെ കുറിച്ച്, എന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് എന്നോട്. വാസ്തവത്തിൽ അത് വരേണ്ടത് ഡു യു കമാൻഡ് മീ എന്നുള്ള വാക്ക് തന്നെയാ. ഇംഗ്ലീഷ് വേദപുസ്തകം കയ്യിലുള്ളവരൊന്ന് വായിക്കാമോ? യെസ്, യെസ്. Do you question me about my children, or do you give me orders about the work of my hands? ഞാൻ എന്നാ ഈ ചെയ്യുന്നതെന്ന് നീ എന്നോട് ചോദിക്കുമോ? നിനക്ക് എന്നാ ചോദിക്കാൻ അവകാശമെന്നാ ദൈവം ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്ന എന്നാ? ദൈവത്തോടങ്ങ് കൽപ്പിക്കുക, പ്രാർത്ഥനയിൽ അങ്ങനെ കൽപ്പിക്കുക. ഇതേതാത്മാവാന്നറിയാമോ? ഈ ആത്മാവ് ഏതാണെന്നുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏതാത്മാവാണ് ഇങ്ങനെയുള്ളിടത്ത് പ്രവർത്തിക്കുന്നതെന്നറിയാം. വായിക്കണ്ടെന്ന് വീട്ടിൽ പോയി വായിച്ചു, നമുക്കറിയാം. എന്നാൽ
നമ്മിൽ പ്രവർത്തിക്കേണ്ടവന്റെ ആത്മാവ് ഏതാണെന്നുള്ളത് എബ്രായർ 5:7 പറയുന്നുണ്ട്. എന്തോ പറയുന്നേ? ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും. കൽപ്പനയായിരുന്നു. പ്രിയമുള്ളവരെ, ഏതാത്മാവാ വ്യാപരിക്കുന്നത് സഭയിൽ? നിങ്ങൾ ചിന്തിക്ക്. ഞാനീ പറയുന്നത് സത്യമാണോ അല്ലയോ നിങ്ങൾ ചിന്തിക്ക്. ഏതാത്മാവാ വ്യാപരിക്കുന്നത്? നോക്കുക. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ എന്നാ സംഭവിക്കുന്നതെന്നറിയാം? സത്യത്തിലേക്ക് വഴി നടത്തും. മാത്രമല്ല, എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളോട് അറിയിക്കുന്നത് കൊണ്ട് എന്നെ മഹിമപ്പെടുത്തും. ദൈവമായിരിക്കും വലുത്, കർത്താവായിരിക്കും വലുത്. സകലത്തിനേക്കാളും വലുത് കർത്താവായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാപം, സിൻ ഇൻ എസൻസ്, അതാണ് ഒന്നാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭക്തിയില്ലായ്മയാ, ദൈവഭക്തിയില്ലായ്മയാ പാപം. അതുകൊണ്ടാ പൗലോസോട് പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഇല്ല. പിന്നെ പറയുന്നു, അവരുടെ ദൃഷ്ടിയിലും ദൈവഭയമില്ല. അതാ പാപം. ഒന്നാമത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ മനസ്സും നമ്മുടെ വിചാരങ്ങളും എല്ലാം പാപം അങ്ങ് ഗ്രസിച്ചിരിക്കുക. അതാണ് രണ്ടാമത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നോക്കണ്ട, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ലേ എഴുതിയേക്കുന്നേ. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന സാദൃശ്യം ഉപയോഗിച്ച് ഇത് തെളിയിക്കുക. എങ്ങനെയാ തെളിയിക്കുന്നത്? ഒന്ന്, നമ്മുടെ ശരീരത്തിന് ഉള്ള ഏകദേശം പുറത്തുള്ള അവയവങ്ങളുടെ എല്ലാം പേരവിടെ പറയുക. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പേരെല്ലാം പറയുക. ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ശ്രദ്ധിച്ചേ? അയ്യോ, ആ സാദൃശ്യം ഒന്ന് ശ്രദ്ധിക്കണം. തൊണ്ട തുറന്ന ശവക്കുഴി. നമ്മളൊന്ന് ഇമാജിൻ ചെയ്തേ. ദ കറപ്ഷൻ, ദ അൺക്ലീൻനെസ്. ആ ഡീക്കേ, ആ കറപ്ഷൻ, ആ മീനിങ് അവിടെ നൽകുന്നു. ഒന്ന് ചിന്തിച്ചു പോകണം, ഒന്ന് ധ്യാനിക്കണം ആ വേദഭാഗം കേട്ടോ. തൊണ്ട തുറന്ന, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മുൻപോട്ട് പോകുക. തൊണ്ട തുറന്ന ശവക്കുഴി. 2, അവരുടെ നാവ് എന്താ? നാവ് കൊണ്ട് അവരെന്ത് ചെയ്യുക? അപ്പൊ നാക്കുകൊണ്ട് സത്യം സംസാരിക്കാൻ ദൈവം തന്നേക്കുന്ന നാക്കുകൊണ്ട് അവരെന്തോ ചെയ്യുക? ചതിക്കുന്നു. അപ്പൊ തൊണ്ട, നാവ്. പിന്നെ അടുത്തത് അധരങ്ങൾ, ചുണ്ടുകൾ. നോക്കിക്കേ, അത് ഭയങ്കര വിഷമ. അടുത്തത്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോവാ. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഇനി അവരുടെ നടപ്പ് എപ്പോഴും എങ്ങോട്ടുള്ളതാ? അനീതി ചെയ്യാൻ, രക്തം ചൊരിയാനായിട്ട് നടക്കുക, നടപ്പ്. പിന്നെ അടുത്തത്, അവരുടെ വഴികൾ എന്താ? നാശവും അരിഷ്ടതയും. പിന്നെ അറിഞ്ഞിട്ടില്ല. നോക്കുക, അവര് ദൈവത്തെ നോക്കുന്നതിന് പകരം ദൈവഭയമല്ല, പിന്നെ അവരുടെ ദൃഷ്ടിയിൽ എന്തുവാ? അഹങ്കാരമാണ്. നോക്കിയ, അപ്പം കണ്ണ്, കൈകൾ, കാലുകൾ, തൊണ്ട, അധരങ്ങൾ, ഈ അവയവങ്ങളെയൊക്കെ എടുത്തേച്ച് ദൈവത്തിന്റെ ആത്മാവ് അവിടെ നൽകുന്ന സന്ദേശം, പാപമെന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഇറ്റ് അഫക്ട്സ് അവർ ഇമോഷൻ, our mind, our heart, our
ഫാക്കൽറ്റീസ്, മെന്റൽ ഫാക്കൽറ്റീസ്, അവർ വിൽ, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ എന്നു വേണ്ട നമ്മെ മുഴുവനായിട്ടും പാപം എന്ത് ചെയ്തിരിക്കുക? ഗ്രസിച്ചിരിക്കുകയാ പാപം. എന്നാൽ മനുഷ്യന് ദൈവം ഈ ശരീരം തന്നതെന്തിനാ? അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ശരീരത്തിൽ ദൈവം മഹത്വം എടുക്കണം, വസിക്കണം. അതെ, ദൈവം മഹത്വം എടുക്കണമെന്നുള്ളതാ. ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6:20 വായിച്ചേ. മറ്റൊരാൾ ഫിലിപ്പിയർ 1:20 വായിക്കാം. നോക്കണം, ഇവിടെ പൗലോസ് പറയുക, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം നിങ്ങളുടെ ശരീരം എന്താ? ദൈവത്തിന്റെ മന്ദിരമാ. ഞാൻ പെട്ടെന്നൊന്ന് പറയട്ടെ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കർത്താവെ ഞങ്ങൾ ആലയത്തിൽ വന്നു. നോ, പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പദപ്രയോഗം ദൈവവചന പ്രകാരം തെറ്റാ. ആലയത്തിലേക്ക് ഞങ്ങൾ വന്നു എന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ പറയാം, ഞങ്ങളുടെ ആലയം കൊണ്ട് വന്നെന്ന് വേണമെങ്കിൽ പറയാം. പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇതാണ് ആലയം. ഈ കാണുന്ന ചുവരല്ല ആലയം, നമ്മൾ ആലയം. അപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പൗലോസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? പലരും ചിന്തിച്ചു വെച്ചേക്കുന്ന എത്രത്തോളം ഷൗട്ട് ചെയ്യാമോ അത്രത്തോളം മഹത്വം. നന്നോ, അതല്ല. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ ഇപ്പൊ വായിച്ച അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അപ്പൊ മനസ്സിലാകും അതല്ല അതിന്റെ അർത്ഥമെന്ന്. നേരെ മറിച്ച് നമ്മുടെ ജീവിതം ദൈവവചനപ്രകാരം വിശുദ്ധമായി തീർന്നാൽ മാത്രമേ നമ്മുടെ ശരീരം കൊണ്ട് ദൈവം മഹത്വപ്പെടുത്തുള്ളൂ. അല്ലാതെ നീ എത്ര വന്ന് ഉച്ചുകുത്തി ഷൗട്ട് ചെയ്താലും മഹത്വപ്പെടുമെന്നുള്ള അബദ്ധധാരണ കൊണ്ട് നടക്കരുതേ. അത് ഭയങ്കര തെറ്റാ കേട്ടോ. അപ്പൊ നമ്മുടെ ശരീരം ദൈവം തന്നേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് നമ്മൾ ഈ ആരാധന എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. പൗലോസ് പറയുന്ന വേറൊരു കാര്യം കൂടെ ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 1:20. ആ ആ ആ ആ നോക്ക, പൗലോസിന് ഒറ്റ മോട്ടോയേ ഉള്ളു ജീവിതത്തില്. ഞാന് ഒന്നിലും ലജ്ജിച്ചു പോകാതെ, ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ? ക്രിസ്തു എന്റെ ഈ ശരീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഈ ഭൂമിയിൽ, പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്ക് തന്നേക്കുന്ന ഒരവസരമായത്. ഇനി ഒരവസരമില്ല, ഒറ്റ അവസരമേ ഉള്ളൂ. എന്തിനാണെന്നറിയാമോ? ഇപ്പം നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുമ്പം ദൈവം നമ്മിൽ മഹിമപ്പെടാൻ വേണ്ടിയാ തന്നേക്കുന്നത്. മനസ്സിലായോ? ഇപ്പോഴേ അത് കഴിയത്തുള്ളൂ, നാളെ അത് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, ജീവിക്കട്ടെ മരിക്കട്ടെ ഞാൻ അത് കെയർ ചെയ്യുന്നില്ല. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. എന്നിൽ മഹിമപ്പെടണം. നമ്മിൽ ആ ദൈവം മഹിമപ്പെടേണ്ട. അപ്പോൾ എനിക്കറിയാം, ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചെന്ന് എനിക്കറിയാം, പക്ഷെ ചേർന്ന വിഷയമാണ്. അപ്പൊ ശരീരത്തെ പാപം ഗ്രസിച്ചിരിക്കുന്നു മുഴുവൻ. ചിന്തയും വികാരങ്ങളും ഇച്ഛാശക്തിയും, ഇത് മുഴുവൻ, നാവും കണ്ണും കൈയും കാലും എല്ലാം പാപം. എന്നാൽ അവിടെ ദൈവം നാമം നമ്മെ മഹത്വപ്പെടണമെന്നാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടുന്നില്ലെങ്കിൽ എന്നോ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞാൻ കേട്ടു, 103-ാം സങ്കീർത്തനം ഇവിടെ ദോഹ വെച്ച് തന്നെയാണ് പറഞ്ഞേച്ച് ഒരാൾ പറഞ്ഞു, അവൻ നമ്മുടെ
ആദ്യം പറഞ്ഞേക്കുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അടുത്ത വാക്യം, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അപ്പൊ അദ്ദേഹം കൊടുത്ത ഇന്റർപ്രിട്ടേഷൻ, നിങ്ങളുടെ അകൃത്യം മോചിച്ചു കിട്ടണോ, ഇവിടെ വന്ന് ആരാധിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ദോഹയെ വെച്ച് ഞാൻ കേട്ട കാര്യമായി പറയുന്നേ. അകൃത്യം മോചിച്ചു കിട്ടാൻ വന്നങ്ങ് ഉറഞ്ഞു തുള്ളിയച്ചാ മതി, എന്തോ കിട്ടും. എന്നോട് പിണങ്ങല്ലേ ഞാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സന്തോഷം തരുന്നെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യുകയോ കൈയടിക്കുകയോ ഒക്കെ ചെയ്യണം. അതെല്ലാം ആവശ്യം. അതൊന്നും ഇല്ലെന്നൊന്നും പറയരുതേ. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാ പറയുന്നതെന്നറിയാമോ, അകൃത്യം മോചിച്ച് കിട്ടാൻ വന്ന് അങ്ങ് ആരാധിച്ചാ മതി, അകൃത്യമൊക്കെ മോചിച്ച് കിട്ടും. നോ, അങ്ങനല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോ ഒരു കാലത്ത് ഈ ശരീരം ഇതിന്റെ അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിച്ചിരുന്നതാ. അതുകൊണ്ടാണ് പിന്നീട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരമാകുന്ന യാഗമായി സമർപ്പിപ്പിൻ. അതാണ് എന്ത്? ബുദ്ധിയുള്ള ആരാധന. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഇതിനെ സമർപ്പിച്ചിരുന്നത് അതിനാ, അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് അങ്ങോട്ട് സമർപ്പിച്ചേക്കുമായിരുന്നു ഇത്. എന്നാൽ നോ, എന്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ ഈ നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും പിന്നീട് പഠിക്കും. നീതീകരണം, പാർഡനിങ്, കർത്താവ് പാപം ക്ഷമിക്കുന്നു, അതെന്താണ്? നീതീകരണം എന്താണ്? വിശുദ്ധി, അത് നമ്മൾ പിന്നെ വരുന്നുണ്ട്, അത് വിശദമായിട്ട്. അപ്പൊ അതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യം. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മളെ കുറിച്ച്. അപ്പൊ പാപം നമ്മുടെ സകല ഇതിനെയും ബന്ധിച്ച് നമ്മൾ അതിനങ്ങ് മുഴുകി ഇരുന്നിരുന്നു. അതാണ് പൗലോസ് ഇവിടെ പറയുന്ന വിഷയം, രണ്ടാമത്തെ വിഷയം. അപ്പൊ സകല കാര്യങ്ങളിലും നമ്മുടെ പാപം നമ്മളിൽ ഗ്രസിച്ചിരുന്നു. പലരുടെയും പ്രശ്നം എന്നറിയാമോ, ഈ ശലോമോൻ ഒരിക്കല് ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. ഞാൻ പലപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദമസ്കോസ് പടിവാതിൽക്കൽ വെച്ച് തനിക്കുണ്ടായത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. പക്ഷെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും താൻ പറയുന്നില്ല. നേരെ മറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചങ്ങ് മുൻപോട്ട് പോകാം. നോക്കുക, പൗലോസിന് വേണേ പറയായിരുന്നു, ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി എനിക്ക് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവ് തന്നെ എനിക്ക് പ്രത്യക്ഷനായെന്ന് പറയാമായിരുന്നു. അങ്ങനല്ല പറയുന്നത്. നേരെ മറിച്ച് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? പൗലോസിനുണ്ടായ ദമസ്കോസ് പടിവാതിൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടായെന്ന് വരത്തില്ല. പൗലോസിനുണ്ടായിട്ടുണ്ട്, സാധു സുന്ദർ സിംഗിനുണ്ടായെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ബാക്കി ഈ പറയുന്ന കാര്യം എല്ലാവരുടെയും എക്സ്പീരിയൻസാ. അവൻ എന്നിൽ വെളിപ്പെടുക. അവൻ നമ്മിൽ വെളിപ്പെടാതെ നമുക്ക് വെളിപ്പെട്ടത് കൊണ്ട് മാത്രം വലിയ വിശേഷമൊന്നുമില്ല. കാരണം ശലോമോന് വെളിപ്പെട്ടു, പക്ഷെ എന്നോ സംഭവിച്ചു നമുക്കറിയാം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മിൽ ദൈവം വെളിപ്പെടുന്ന, ദൈവം മഹത്വം എടുക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം തന്നേക്കുന്നത്. അതിനെ അനീതിയുടെ ആയുധങ്ങളായിട്ട് സമർപ്പിക്കരുത്, നേരെ മറിച്ച് ദൈവത്തിന് കൊടുക്കൂ. അതാ ബുദ്ധിയുള്ള ആരാധന. അപ്പോൾ ആ യൂണിവേഴ്സാലിറ്റി ഓഫ് സിൻ, ആ ഓൾ പെർവേഴ്സീവ്നെസ് ഓഫ് സിൻ നമ്മളെ മുഴുവനായി പാപം ഗ്രസിച്ചിരിക്കുന്നു. അത് തെളിയിക്കാനായിട്ട് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ താൻ പറയുന്ന ആ ഒരു കാര്യം, അതായത് there is no one
ആരുമില്ല. ഇതിന് എക്സെപ്ഷനായിട്ട് ആരുമില്ല. എല്ലാവരും പാപം ചെയ്തു. ആരുമില്ല, ഒരുത്തം പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല. എല്ലാവരും ഇതിന്റെ കീഴില് അകപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നിങ്ങൾ മിസ് ചെയ്യരുത്. നെക്സ്റ്റ് വീക്ക് തൊട്ടുള്ള ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റാ. തന്റെ പുത്രൻ മുഖാന്തരം ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യം. ഈ ഒരു ഗ്രിം പിക്ചർ പെയിന്റ് ചെയ്തേച്ച്, ആ ഹോപ്പ്ലെസ്നെസ് അങ്ങോട്ട് പെയിന്റ് ചെയ്തേച്ച്, ആ പ്രത്യാശയില്ലായ്മ, നഷ്ടപ്പെട്ട പാപത്തിൽ മുങ്ങിയിരിക്കുന്ന, ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്ന ഇതിനെ അങ്ങോട്ട് പെയിന്റ് ചെയ്തേച്ച് അതിന്റെ 21 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ അത് ചിന്തിക്കും. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി. നമ്മുടെ ഭാഷയിലൊന്നും ആ എംഫസിസ് അത്ര ആ എംഫസിസ് വന്നിട്ടില്ല, അതങ്ങോട്ട് ഊന്നി പറഞ്ഞിട്ടില്ല. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ആ എംഫസിസ് ഭയങ്കര പവർഫുള്ളാണ്. ഇതങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹിത്യ അല്ലെങ്കിൽ ആ ലിറ്റററി ഫോം വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് പെയിന്റ് ചെയ്തേച്ച് വൈറ്റ് അക്ഷരത്തിൽ അതിനോട് കോൺട്രാസ്റ്റ് ചെയ്ത്, ഇപ്പോഴോ എന്റെ കുഞ്ഞെ നിന്റെ അവസ്ഥ ഇതാ, എന്നാ ദൈവം തന്റെ കരുണയിൽ ഇടപെട്ടു, അതുകൊണ്ടാ നമ്മൾ രക്ഷിക്കപ്പെട്ടെന്നാ പൗലോസ് പറയുന്നത്. അയ്യോ, നമ്മൾ പാപത്തിൽ മുങ്ങി, നമ്മൾ നശിച്ച് നഷ്ടപ്പെട്ട് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് യാത്ര ചെയ്തു. ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ ദൈവം ഇന്റർവീൻ ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് കൃപയാൽ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ അത് ചിന്തിക്കാം. എന്നാൽ അതുവരെ ഓർക്കുക, ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാ? ഈ ഒരായുസേ ഉള്ളൂ. അവന്റെ നാമം നമ്മുടെ ശരീരത്തിൽ മഹത്വപ്പെടട്ടെ. അതാണ് ബുദ്ധിയുള്ള ആരാധന. അതിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വയസ്നേഹത്തിൽ നിന്നും ഒന്ന് മോചിതരായിട്ട് ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.